പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അറിയും. അതിനായി യേശു മഹാരാജാവ് ഇടദാസനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചില പ്രധാന വാർത്തകളും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരുന്നു. അതിൽ ഞാൻ ചില വാർത്തകൾ, അടിസ്ഥാനപരമായ ചില വാർത്തകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ തെളിവ് ലോകത്ത് കാണുകയാണ്. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പ്രത്യേക വചനം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവരോട് പറയുണ്ടായി. ആ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ വചനമുണ്ട്. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. വിശ്വാസയോഗ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായത് എന്നാണ് ഇന്നത്തെ അർത്ഥം. ഇത് പേനയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പേനയ്ക്ക് വിശ്വാസയോഗ്യത എന്താണുള്ളത്? അത് കാരണം ഇതിന് നിശ്ചിത തൂക്കം വേണം, ഒരാകൃതി വേണം, ഇത് എഴുതാൻ കഴിയണം, പേന എന്ന പേരുണ്ടായിരിക്കണം, അതിനകത്ത് മഷി ഉണ്ടായിരിക്കണം, അങ്ങനെയെല്ലാം കുറേയേറെ ശാസ്ത്രീയ കാര്യങ്ങൾ ഇതിന് യോഗ്യമായിരിക്കണം. അപ്പോൾ ശാസ്ത്രീയമാണ്, ഈ വസ്തു ശാസ്ത്രീയമാണ്, ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം ശാസ്ത്രീയമാണ്. ശാസ്ത്രം പ്രവർത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടാണ് ഇതിന് ഈ പേന എന്ന് പേരുന്നത്. അപ്പോൾ ഇതിന് ശാസ്ത്രീയ വശമുള്ളതുകൊണ്ട് ഇതിനെ വിശ്വാസയോഗ്യം എന്ന് പറയും. രണ്ടാമത്, ഈ വചനങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് ഞാൻ നിങ്ങളെ കാണിക്കാതെ പറയുകയാണ്. ഇത് കാണിക്കാൻ പറഞ്ഞാൽ പേനയുണ്ട്, ആ പേന വിശ്വാസയോഗ്യമാണ്, അത് സത്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വലിയ യോഗ്യതയൊന്നുമില്ല. അങ്ങ് വിശ്വസിക്കണമെങ്കിൽ വേണമെങ്കിൽ വിശ്വസിക്കാനുള്ളൂ, ഒരു തെളിവില്ല അത് വിശ്വസിക്കാൻ. പേന വിശ്വാസയോഗ്യമാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഘടനയെ പറ്റിയൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഈ പേനയെ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ തെളിവ് വേണം. അതിന് സത്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം തെളിവോട് കൂടിയത് എന്നാണ്. അപ്പം ഞാൻ നിങ്ങളെ ഇതാണ് ആ വസ്തു എന്ന് പറഞ്ഞ് ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശാസ്ത്രീയമായ വസ്തുവിനെ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് അർത്ഥം. ഈ വചനങ്ങൾ, ഈ പേന വിശ്വാസയോഗ്യമാണ്, ഇത് സത്യമാണ് എന്ന് പറഞ്ഞാൽ തെളിവുണ്ട്, ഇത് തെളിവോട് കൂടിയുള്ളതാണ്, ഇതാ കാണാം എന്ന് പറഞ്ഞ് കാണിക്കും. എന്നതുപോലെ പ്രിയ സഹോദരരെ, ലോകത്ത് അതിൻ്റെ 3-ാം ലോകമഹായുദ്ധം, ആ യുദ്ധത്തിൻ്റെ അലയൊലികൾ, അതിൻ്റെ പിന്നിലെ പെരുമ്പറയുടെ ശബ്ദം, യുദ്ധകാഹളം നമ്മൾ തെളിവോട് കൂടി കാണുകയാണ്. എന്താണ് കാണുന്നത്? അമേരിക്ക ഇറാനെതിരെ വരുന്നു. അത് വാർത്തയായിട്ട് നമ്മൾ ടെലിവിഷനിലും മൊബൈൽ ഫോണിൽ കാണുന്നു, പത്രമാസികകളിൽ വായിക്കുന്നു. അത് ശാസ്ത്രീയമായെന്ന് നമ്മൾ കാണുന്നു, അത് തെളിവോട് നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ശാസ്ത്രീയമായി ഈ കർത്താവ് പറയാനുള്ളത്? അത് വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വീണ്ടും പറയുന്നുണ്ടത്. 21:6-ലും 22:6-ലും അതേപോലെ തന്നെ ആവർത്തിച്ച് ഒരേ നമ്പറിൽ സ്ഥിരീകരിച്ച് കർത്താവ് ശക്തമായിട്ട് എടുത്ത് പ്രസ്താവിച്ച് ജനത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് ആർക്കും പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ നമുക്കിത് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് എളിദാസനെ കർത്താവ് ഈ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, വീണ്ടും പ്രേരിപ്പിക്കുക. അതിനകത്ത് വീണ്ടും പറയുകയാണ് 22:6, ഈ വചനങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. യേശു യോഹന്നാനോട് പറഞ്ഞു. യോഹന്നാൻ എന്ന ആ വ്യക്തി ഇത് എഴുതി വെച്ചു. ഈ എഴുതി വെച്ചത് എനിക്ക് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഇത് പറയാനുള്ള ഉൾപ്രേരണ തരികയും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് എന്താണ് വീണ്ടും പറഞ്ഞത്? ഈ വചനങ്ങൾ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് വീണ്ടും ഈശോ പറയാണ്, ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവിൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയ സഹോദരരെ, കർത്താവിന് ഇതാ ഞാൻ വേഗം വരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വേഗമാണെന്നും അത് ഉടൻ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നും അതിൻ്റെ തെളിവും ശാസ്ത്രീയ സത്യവും ലോകയുദ്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും നിങ്ങൾ കണ്ട് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണെന്ന് നിങ്ങളുടെ പ്രബോധന ആത്മാവ് പ്രബോധനത്തിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധിതലത്തിൽ പ്രബോധനാത്മകമായി
പ്രബോധന ജ്ഞാനമായി പ്രവേശിച്ച് നിങ്ങളിൽ ഒരു വലിയ ആത്മീക രൂപാന്തരീകരണം, വലിയ ആത്മീയ വിശുദ്ധീകരണ പ്രക്രിയ നടത്തിയില്ലെങ്കിൽ കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ, ഏതു പുസ്തകത്തിലെ പ്രവചനങ്ങൾ? വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങളല്ല, സുവിശേഷമല്ല പ്രിയസൻ. ഈ പുസ്തകത്തിലെ വെളിപാട് ഗ്രന്ഥത്തിലെ ആർക്കും മനസ്സിലാകാത്ത നിഗൂഢ ഭാഷകളിൽ എഴുതപ്പെട്ട ത്രിതല ജ്ഞാന പ്രബോധനമുള്ള ഒരു അർത്ഥത്തിലോ അറിവിലോ ജ്ഞാനത്തിലോ അല്ല, അതിൻ്റെ അപ്പുറത്തെ അതീന്ദ്രിയ ജ്ഞാന തലത്തിലെ ത്രിതല ജ്ഞാന ദർശന സന്ദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്നിലൂടെ ലഭിക്കുന്നത്, ഈ ക്ലാസ്സിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ശാസ്ത്രീയമാണ്, ഇത് തെളിവോട് കൂടിയതാണ്, ഇതാ തൊട്ടുമുമ്പിലാണ്. എന്നിട്ട് ഇത്രയും കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യേണ്ടത്, കാണുകയും ചെയ്യേണ്ടത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനത്തിൻ്റെ പൂർത്തീകരണ വചനമാണ് വെളിപാട് ഗ്രന്ഥം. അതുകൊണ്ട് അതിൻ്റെ പലപ്പോഴും ഇതിനകത്ത് അടിയിൽ എഴുതിയിട്ടുണ്ട്, ദാനിയേൽ പറയുന്ന പുസ്തകം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വെളിപാടിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ചൂണ്ടുപലക ദാനിയേൽ പറയുന്ന പുസ്തകമാണ്, മറ്റൊരു ചൂണ്ടുപലക വെളിപാടിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ വ്യക്തിയുടെ ആത്മാവ് എന്ന രീതിയിൽ, ഒരേ വ്യക്തി എഴുതി എന്നുള്ള രീതിയിൽ തുല്യതയാണ്. കാരണം രണ്ടും ദർശനങ്ങളും ഒന്ന് ദർശനത്തിൽ എഴുതി വെച്ചു, മറ്റൊന്ന് അതിന് പൂർത്തീകരണമാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ യുദ്ധക്കപ്പലുകൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം. അന്ന് മനസ്സിലാക്കുമ്പോൾ യുദ്ധപൂർണ്ണമായ ഹൈപ്പർസോണിക് മിസൈലുകളോ യുദ്ധ ടാങ്കുകളോ റഡാർ സംവിധാനങ്ങളോ ഹൈപ്പർസോണിക് മിസൈലുകളോ അല്ലെങ്കിൽ അതുപോലെ ലേസർ ഭീമുകളോ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. ഈ 3000 വർഷം മുമ്പ് സർവശക്തനായ പിതാവ് ദൈവം ദാനിയേൽ പ്രവാചകനോട് എഴുതി വെക്കുമ്പോൾ. എന്നാൽ അവിടുന്ന് 3000 വർഷങ്ങൾ കിട്ടുമെന്ന് രണ്ടാമത്തെ യുഗം അവസാനിക്കാറായി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കർത്താവ് ഈ വചനങ്ങളെ വിശ്വാസയോഗ്യവും സത്യമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് ശാസ്ത്രീയമായിട്ട് അന്ന് എഴുതിയ വചന ശാസ്ത്രീയ വസ്തുരൂപത്തെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേട്ടും കണ്ടും അറിഞ്ഞുകൊണ്ടാണ് ഈ ലോകം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് ഇത്രയും തെളിവോടുകൂടി സംസാരിച്ചിട്ടും ഇന്ന് കേരള സഭയിലോ ഭാരതസഭയിലോ ആഗോള സഭയിലോ ആ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്നൊരു വാക്കുപോലും പറയാതെ ഈ ജനത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ സഹോദരരെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നമുക്ക് കിട്ടേണ്ട, നമ്മളെ പഠിപ്പിക്കും, നമ്മളെ നയിക്കും, നമ്മളെ ശക്തീകരിക്കും, നമ്മളെ സാന്ത്വനിപ്പിക്കും, യേശുവിൻ്റെ നിത്യജീവനിലേക്ക് സ്വർഗീയ മഹത്വത്തിലേക്ക് നമ്മളെ ആനയിക്കും എന്ന് വിചാരിച്ച നമ്മുടെ സഭാ സംവിധാനങ്ങൾ നിഷ്ക്രിയവും നിശബ്ദമായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിൽക്കലല്ല കൺമുമ്പിലാണെന്ന് മനസ്സിലാക്കാൻ ഈ എളിയദാസൻ്റെ ഈ വചനത്തിൽ കൂടെ നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ. അതിനായി നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഞാൻ വീണ്ടും നിങ്ങൾ പറയുന്നു, നമുക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിമാനത്താവളത്തിൻ്റെ അടുത്ത്, ഞാൻ ഇതിൽ സൂചിപ്പിച്ചത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറയണം, അതിൻ്റെ ഡേറ്റുകൾ അടുത്ത ഒരു 4-5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഡേറ്റും സ്ഥലവും വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. അവിടെ നമുക്ക് വേണ്ടി ഒരു മഹാവിരുന്ന് ഒരുക്കുകയാണ് പ്രിയപ്പെട്ട സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നീതിയുടെ സിംഹാസനം അവിടെ നിങ്ങളോട് സംസാരിക്കും. നീതിബോധം നിങ്ങളിൽ ഉണർന്നു വരുവാൻ തക്കവിധം ആത്മീയ ദർശനങ്ങളും ആത്മീയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് തരുന്ന വലിയ ധ്യാന ക്ലാസുകൾ അവിടെ സംഭവിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ആത്മീയ രൂപാന്തരീകരണത്തിന് നിങ്ങൾ പ്രേരിതരാക്കും. അല്ലാതെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനോ വലിയ ആഡംബര കാറുകൾ മേടിക്കുവാനുള്ള സമയം സാഹചര്യം തീർന്നു, അതിനി മേടിച്ചാൽ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പശ്ചാത്തലം മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷ യേശുവിൻ്റെ വരവിൽ നിത്യജീവനിലേക്ക് എടുക്കപ്പെടാനുള്ളതാണ്. ഈ ഭൂമിയിൽ വീണ് നശിച്ച് ഈ ലോകത്തിലെ അഗ്നികുണ്ഡത്തിലേക്ക് വീഴാനുള്ളതല്ല എന്ന തിരിച്ചറിവ് ഇവിടെ നമുക്ക് ആവശ്യമാണ്. അതിന് നിങ്ങളെ ഒരുക്കുവാൻ നമുക്കായിട്ട് ഒരു ധ്യാന സെൻറ്റർ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ പണി തീർന്നു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉദ്ഘാടന ദിവസത്തെ ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് സൂചിപ്പിച്ചു വെക്കുകയാണ്. ബാക്കി ക്ലാസ് നിങ്ങൾക്ക് നാളെ തരുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ഏത് വചനത്തിലാണ് ഇപ്പോൾ ഈ ഇറാനെതിരെ വന്നിരിക്കുന്ന യുദ്ധസന്നാഹങ്ങൾ, അല്ലെങ്കിൽ ആ സമുദ്രത്തിലെ യുദ്ധസന്നാഹങ്ങൾ എവിടെ വരെ എത്തിയെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3000 വർഷങ്ങൾക്ക് എഴുതി വെച്ച വചനത്തിലെ തുടക്ക വചനങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എഴുതി വെച്ച അന്നത്തെ വചനവും 3000 വർഷം എഴുതി വെച്ചതും ഇന്നത്തെ വചനത്തിൽ തമ്മിലുള്ള ആ മാച്ചിങ്, അല്ലെങ്കിൽ ആ കണക്ഷൻ, ആ ബന്ധം കർത്താവ് എവിടെ എഴുതി വെച്ചെന്ന് കാണിച്ചു തരാൻ പറ്റും.
ഈജിപ്തും സിറിയും ദാനിയേൽ പറഞ്ഞ പുസ്തകം 11-ാം അധ്യായം അവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പം 11-ാം അധ്യായം 10-ാം തിരുവചനം, അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ ഇരച്ചു കയറും, അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധമെത്തും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈന്യ സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. അവിടെ മുതൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഉത്തരദേശത്തെ രാജാവ് എന്നും ദക്ഷിണദേശത്തെ രാജാവ് എന്നും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ 7-ാം ക്ലാസ് 8-ാം ക്ലാസ് 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ അവിടെ അറിയാം ഭൂമിയുടെ ഭൂപടം എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ സാറുമാർ നമ്മളെ അധ്യാപകർ പഠിക്കും. ഇതാണ് ഉത്തര ധ്രുവം, ഇതാണ് ദക്ഷിണ ധ്രുവം എന്ന് പറയും. ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലായിട്ട് ഭൂമിയുടെ ഇങ്ങനെ ഗോളത്തിൽ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ദേശമാണ് ഉത്തര ധ്രുവം. അതിന് ഏറ്റവും താഴ്ഭാഗത്തുള്ള ഭാഗമാണ് ദക്ഷിണ ധ്രുവം, അത് ദക്ഷിണദേശം. ഉത്തരദേശം ദക്ഷിണദേശം, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം. അപ്പോൾ ഏറ്റവും ഉത്തരദേശത്തായിട്ട് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ലോകശക്തിയായ റഷ്യ, ആ റഷ്യ എന്ന രാഷ്ട്രമാണ് ലോകത്തിൽ വെച്ച് ഉത്തരദേശത്ത് ഏറ്റവും ശക്തമായ ആണവരാഷ്ട്രം, ഏറ്റവും വലിയ സൈനിക സന്നാഹമുള്ള ശക്തി. അതിൻ്റെ എതിർഭാഗമാണ് ദക്ഷിണദേശം. ദക്ഷിണദേശത്തെ രാജാവുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇതാണ്. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട വലിയ സൈന്യ സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദക്ഷിണദേശത്തെ രാജാവ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ഡൊണാൾഡ് ട്രംപിനെയാണ്. അതിനോട് ചേർന്ന് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ എന്നതുപോലെ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇത് രണ്ടും ദക്ഷിണദേശത്തെ രാജാവാണ്. അപ്പോൾ ദക്ഷിണദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അമേരിക്ക, വാഷിങ്ടൺ തുടങ്ങിയ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ദക്ഷിണദേശത്തോട് ചേർന്ന് വരുന്ന ഭാഗമാണ്. ഉത്തരദേശത്തോട് ചേർന്നല്ല വരുന്നത്. ഉത്തരദേശത്തോട് വരുന്നതാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. എന്നാൽ ഉത്തരദേശത്തെ രാജാവ് എന്ന് ദൈവം ഇവിടെ അർത്ഥമാക്കുന്നതും അത് വരും കാലങ്ങളിൽ 2030 ഗോഗ്, 2034 33 ശേഷം വരുന്ന കാലഘട്ടങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന രീതിയിൽ ലോകം 2 രാഷ്ട്രമായി തിരിയാൻ വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ ഉത്തരദേശത്തെ രാജാവ് ആണ് റഷ്യയും രാഷ്ട്രങ്ങളും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും, ദക്ഷിണദേശത്തെ രാജാവ് ഉത്തരദേശത്തെ രാജാവിനെതിരെ വരും. എന്നിട്ട് എന്താ പറയുക, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനും ട്രംപിൻ്റെ നേരത്തെ ഉള്ള ആ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും പോലുള്ള രാഷ്ട്രങ്ങളിലെ ആളുകൾ വലിയ സൈനിക സന്നാഹമുള്ള റഷ്യയുടെ രാഷ്ട്രങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വരുമെന്നാണ് ഇതിനർത്ഥം. അവിടെ എഴുതി വെച്ചിരിങ്ങനെയാണ്, അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈനിക സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. ആ സൈന്യം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും 10,000-കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ വചനത്തിലാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 11-ാം തിരുവചനത്തിലാണ് നമ്മൾ കേൾക്കുന്ന ഈ യുദ്ധസന്നാഹങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ സെക്കൻഡിൽ ഒരു കാര്യത്തെ 3 തലത്തിൽ മനസ്സിലാക്കുക. എന്താണ് ഗ്രഹിക്കുക എന്നതിന് ഒരിക്കൽ പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് കേൾക്കുന്ന വചനങ്ങൾ ദൈവവചനങ്ങൾ, ദൈവ തിരുലിഖിത വചനങ്ങൾ, അതിൻ്റെ ആത്മീയ തലങ്ങളും പ്രവർത്തന ശൈലികളും മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം മനസ്സിലാക്കുന്നതാണ്. ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അത് മനസ്സിൻ്റെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലത്തിലും മനസ്സ്, ബുദ്ധി, ശരീരം, ആത്മാവ് 3 തലത്തിലും ഒറ്റ സെക്കൻഡ് കൊണ്ടൊരു കാര്യത്തെ ബോധ്യമായിട്ട് ഇത് ശരിയാണെന്ന് മനസ്സിലായി നമ്മൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവയെല്ലാം ഗ്രഹിച്ചുവോ? അപ്പോൾ ഗ്രഹിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ സെക്കൻഡിൽ മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. പക്ഷേ അവർക്ക് മനസ്സിലായില്ലായിരുന്നു എങ്കിൽ അവർ പറഞ്ഞു ഉവ് കർത്താവ് എന്ന് പറഞ്ഞു. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉവ് എന്ന് എന്നോട് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ട ഗ്രഹിച്ചേ പറ്റൂ. ഇതിന് പിന്നെ ഒരു സത്യം ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഗ്രഹിച്ചേ പറ്റൂ. പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു തയ്യാറെടുപ്പ് ഈ പ്രശ്നങ്ങൾ വരികയാണ്. അതായത് റഷ്യയും അതിൻ്റെ സൈന്യങ്ങൾ ഇപ്പം നിലവിൽ നമുക്കറിയാം വന്നിട്ടില്ല. റഷ്യ പോലെ രാഷ്ട്രങ്ങൾ, അതിൻ്റെ കൂട്ടുകെട്ടുള്ള രാഷ്ട്രങ്ങൾ ദക്ഷിണദേശത്തെ രാജാവായ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ വന്നിട്ടില്ല. കർത്താവോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റുമുട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ട് വലിയ സൈനിക സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവും ഏറ്റുമുട്ടും. അപ്പോൾ ഏറ്റുമുട്ടിയിട്ടില്ല. ഏറ്റുമുട്ടുവാൻ വേണ്ടി ഇങ്ങനെ ഇറാനോട്ട് മുട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം?
ഇറാനായിട്ട് മുട്ടുമ്പോൾ ഇറാൻ്റെ കൂട്ടുകാരനാണ്, ഇറാൻ്റെ ആ ടീമിൽപ്പെട്ടവരാണ് ഉത്തരദേശ രാജാവ് റഷ്യയും മറ്റു കാര്യങ്ങളും. അവർ വന്നിട്ടില്ല. എന്നാൽ അവരിങ്ങോട്ട് പുറപ്പെട്ടു വന്നാൽ പിന്നെ സമയം ഏറ്റുമുട്ടും എന്നാണ്. അപ്പോൾ ഏറ്റുമുട്ടാനുള്ള ഒരു വലിയ സൈനിക സന്നാഹ തയ്യാറെടുപ്പുകൾ ഈ ലോകത്ത് ഇപ്പോൾ നടക്കുമ്പോൾ, പ്രിയ സഹോദരരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ കർത്താവിന് അവൻ്റെ പുത്രമായി യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഉടനെത്തി തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി കഴിഞ്ഞ രീതിയിലാണ് ഉള്ളത്. അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും ഭാഗത്ത് കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇനി മറ്റേ ഉത്തരദേശത്തെ രാജാവ് കൊണ്ട് പുറപ്പെടേണ്ട സമയമുള്ളൂ. അത് ഒരു നിഗൂഢമായിട്ട് പെട്ടെന്ന് വരികയും ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടം വരെ പറഞ്ഞു നിർത്തിയാണ്. ഇതിൻ്റെ ബാക്കി ക്ലാസ് നിങ്ങൾ നാളെ തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഏത് രീതിയിലാണ് ഈ സൈനിക സന്നാഹങ്ങൾ എത്തുന്നതെന്നും അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ എന്താണെന്നും ഞാൻ അല്പം മുമ്പ് ഒരു പേന ഉദാഹരണം കാണിച്ചുകൊണ്ട് പറഞ്ഞു. കർത്താവ് എന്നിട്ട് ഇത്രയും എഴുതി വെച്ച് 3000 വർഷങ്ങൾക്ക് എഴുതി വെച്ചിട്ട് അതിനുശേഷം യോഹന്നാനോട് പറയുകയാണ്, നീ ഈ വചനങ്ങൾ മുദ്രിതമായിട്ട് ഇനി സൂക്ഷിക്കേണ്ട. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായത്തിൻ്റെ ആ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ വചനങ്ങൾ മുദ്രിതമായി നീ സൂക്ഷിക്കേണ്ട. നിനക്ക് തന്നിരിക്കുന്ന ഈ അറിവും ഞാനും ഉപയോഗിച്ച് ഈ ലോകത്തെ സമൂഹത്തെ സഭയെ നീ പറഞ്ഞ് പഠിപ്പിക്കുക. എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു, ലോകം അന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്നു, ലോകാവസാനം എന്ന സത്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അതിൻ്റെ ആഗോള യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എസെക്കിയേൽ പുസ്തകം 39 അധ്യായത്തിൽ അവിടുന്ന് പറയുന്നത് 7 വർഷത്തെ യുദ്ധമുണ്ടായിരിക്കും. ആ വചനം നമ്മളിവിടെ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ. ആ 7 വർഷത്തെ യുദ്ധം എന്ന് പറയുന്നത് 2027 ആഗോള 3-ാം ലോക മഹായുദ്ധം തുടങ്ങുമെന്നും അത് 7 വർഷം പൂർത്തിയാക്കി 34 കയറുമ്പോൾ, 33 അവസാനിച്ച് 34 കയറുമ്പോൾ ലോകാവസാനം എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണുകയും ചെയ്യും. ആണവ മഹാവിസ്ഫോടനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഭവിക്കുകയും അത് ബഹിരാകാശത്ത് സംഭവിക്കുകയും അത് ശൂന്യാകാശത്ത് സംഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സർവശക്തനായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈശോ പറയുന്നുണ്ട്, ആകാശം അപ്രത്യക്ഷമാകും, സൂര്യനും ചന്ദ്രനും കത്തിച്ചാമ്പലാകും, അതിൻ്റെ മൂലപദാർത്ഥങ്ങളെ എരിഞ്ഞടങ്ങും. അപ്പോൾ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണുമെന്ന് സർവശക്തനായ യേശുനാഥൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ട വചനം നമ്മൾ ഓർത്തുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരിക്കാൻ. ആ 7 വർഷം പൂർത്തിയായെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് എത്രയും ശക്തമായി ആസന്നമായി മുമ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നാം രക്ഷപ്പെടും. ഇത് ഗ്രഹിച്ചാൽ നാം രൂപാന്തരീകരണ പ്രക്രിയയ്ക്ക് തയ്യാറാകും. എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം, എനിക്ക് നന്നായിട്ട് ഒരുങ്ങണം, എനിക്ക് നന്നായിട്ട് വചനം കേൾക്കണം. യേശുവിൻ്റെ വരവുണ്ടെങ്കിൽ ഈ ഭൂമി കത്തിച്ചാമ്പലാകുമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് എന്തിനു വേണ്ടി ഞാൻ സമ്പാദിക്കുന്നു, എന്തിനു വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു. ഇനി എൻ്റെ യേശുവിനെ സ്വന്തമാക്കുക, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ആഴപ്പെടുക, എൻ്റെ കർത്താവായ യേശുവിൻ്റെ വരവിന് വേണ്ടി മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ശക്തമായ ഒരുക്കത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സർവശക്തനായ യേശുനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പുറപ്പെടാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് ലോകത്തിൽ ആദ്യമായിട്ട്, ഈ ഭൂമിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ധ്യാനം, യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ധ്യാനം നമ്മൾ കേരളത്തിൽ സംഭവിക്കുക. എൻ്റെ ഡേറ്റുകൾ പറയുമ്പോൾ ധാരാളം ആളുകൾ വന്ന് എത്രയും പെട്ടെന്ന് ധ്യാന ക്ലാസ്സുകൾ കൂടി വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ഈശോയുടെ വരവിൻ്റെ ഒരുക്കം എങ്ങനെ ഒരുക്കണം, എന്താണ് ഒരുങ്ങേണ്ടത്, അതാർക്കും അറിയത്തില്ല. അതിൻ്റെ വ്യക്തമായ ക്ലാസ്സുകൾ നിങ്ങൾ ലഭിക്കുന്നതാണ്. തുടർന്നുള്ള ബാക്കി കാര്യങ്ങളിൽ വളരെ വിശദമായി നിങ്ങൾ അറിയിക്കുന്നതാണ്. അതിനായി നമ്മൾ ഓരോരുത്തരും സർവശക്തനായ ഈശോനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.